ഇന്റർവ്യൂ എങ്ങനെ ഉണ്ടായിരുന്നു? പല്ലവി നമ്മുടെ ആൾക്കാരോ? കോമേഴ്സ് ഡിപ്പാർട്ട്മെന്റ് റൂം 12. നിനക്ക് അറ്റ്ലീസ്റ്റ് ഒന്ന് കേട്ടിട്ടു പോവാം. അല്ല രജിസ്ട്രേഷൻ ഉണ്ട്. ഇന്റർവ്യൂ എന്തായി? പല്ലവി നീ ഡാൻസ് കോസ്റ്റ്യൂം എന്ന് പറഞ്ഞ് ഫോട്ടോ അയച്ചു തന്നതല്ലായിരുന്നല്ലോ? അത് ഇന്നലെ ഉച്ചയ്ക്ക് പെട്ടെന്നാ മാറ്റിയത്. മറ്റേത് അത്ര കംഫർട്ടബിൾ അല്ലായിരുന്നു ആർക്കും. പിന്നെ ഇത് മതിയെന്ന് സന്ദീപ് സാറും പറഞ്ഞു. അത് ഞാൻ അറിഞ്ഞില്ലല്ലോ എന്നാ ചോദിച്ചത്. അതോ സന്ദീപ് സാർ മാത്രം അറിഞ്ഞാൽ മതി? വിട്ടുപോയി ഗോവിന്ദ്, നീ അത് വലിയ ഇഷ്യൂ ആക്കാതെ. ഇന്റർവ്യൂ എങ്ങനെ ഉണ്ടായിരുന്നു പറ. മഹാത്ഭുതമൊന്നും സംഭവിച്ചിട്ടില്ല. എന്താ ഗോവിന്ദ്, നീ ദേഷ്യം പിടിക്കുന്നത് ഇന്റർവ്യൂ പാസ്സാവാത്തോണ്ടാണോ അതോ ഞാൻ ഈ ഡ്രസ് ഇട്ടുകൊണ്ടാണോ? ഡാൻസ് ഇഷ്ടപ്പെട്ടോ? Winners of the group dance competition. First prize goes to chess number 4. Second prize, chess number 3. And third prize goes to chess number 1, 2. ഞാൻ പോരെ. ഞങ്ങൾ ഓർത്തേയില്ല. ചെല്ലു, ഞാൻ പോയിക്കോളാം. അന്നത്തെ നിശയും ആ വെണ്ണിലാവിൽ തിളങ്ങുന്ന മരനിരകളും മാറിയില്ലെങ്കിലും ഇനി ഒരിക്കലും നമ്മൾ അന്നത്തെ ആ പ്രണയിതാക്കളല്ല. എത്രമേൽ മാറി നാം. മലയാളം റെസിറ്റേഷൻ ഫസ്റ്റ് പ്രൈസ് പല്ലവി രവീന്ദ്രൻ. കാണണ്ടേ? ഇതാർക്കാ? കൊള്ളാമോ ഇല്ലയോ അത് പറ. എത്ര കണ്ടല്ലോ. ഇത് പാക്ക് ചെയ്തു. ശരി സർ. പൈലറ്റ് ട്രെയിനി ഒരു 65 ലിറ്റർ വൈൽഡ് ക്രാഫ്റ്റ് ഒക്കെ ആയിട്ട് ക്യാമ്പസിൽ ചെന്ന് കയറിയ അതിന്റെ ഗമ അവളുടെ അച്ഛനാ. ഫ്രൈഡേ 2:30 മുംബൈ ഫ്ലൈറ്റ്. ഓ, അപ്പൊ പറക്കാൻ പോവാണോ? ഇനി ഭൂമിയിലുള്ളവരൊക്കെ ഓർക്കും എന്തോ. എന്തായാലും നീന്ന് പറഞ്ഞ പോലെ പാട്ടും ഡാൻസൊക്കെ ഗോവിന്ദ ടഫ് സിലബസ് ആണ്. WING. ആർക്കറിയാം, മുംബൈയില് നൈറ്റ് പാർട്ടീസും ഡാൻസ് ക്ലബും ഒക്കെ ആയിരിക്കും. പോടാ. അവിടെ ആണുങ്ങളുടെയും പെണ്ണുങ്ങളുടെയും ഹോസ്റ്റലൊക്കെ ഒരു ക്യാമ്പസിലായിരിക്കുമല്ലേ? അറിയില്ല ഗോവിന്ദ്. Aren't you happy for me? ഡെഫിനറ്റ്ലി. നമ്മളിൽ ഒരാൾക്കെങ്കിലും നല്ല ഫ്യൂച്ചർ ഉണ്ടാകാൻ പോവല്ലേ. ഐ എം വെരി ഹാപ്പി.